ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹയാത്ത് റീജൻസി ഹോട്ടലിലെ ഗലേറിയ സ്റ്റാർ സിനിമയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കെല്ലാം സുപരിചിതനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ സാറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ പെരുമ്പറ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം. അതിൻ്റെ പ്രീമിയർ ഷോ കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. നമ്മുടെ മുഖ്യ അതിഥിയായ ഡോക്ടർ VP ഗംഗാധരൻ, അതേപോലെ ഡോക്ടറുടെ വേഷം ചെയ്യുന്ന അനിഷ് രവി, അതേപോലെ പ്രമോദ് വെളിയനാട്, സീമാജി നായർ തുടങ്ങിയ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഈ പെരുമ്പറ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിപു പരേറ്റിലാണ്. അതേപോലെ വരദായിനി ക്രിയേഷൻസിൻ്റെ ബാനറിൽ ബൈജു ബാബുവാണ് ഈ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രീമിയർ ഷോയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൊബൈൽ ഫോൺസ് എല്ലാം സൈലന്റ് ആക്കി നമ്മുടെ കൊച്ചു മക്കളെ എല്ലാം നല്ല സെറ്റിൽഡ് ആക്കി. ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് യു ഔട്ട് ദേർ. സോ ലെറ്റ്സ് എൻജോയ് ദിസ് ലിറ്റിൽ മൂവി directed by Mr. Nipu Perital, produced by Mr. Baidu Babu. Perambara. Appa? Huh? വേദനകൾക്കിടയിലും സന്തോഷത്തിൻ്റെ ഒരു തിരി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ മനുഷ്യൻ എനിക്കൊരു അത്ഭുതമാണ്. ചെല്ലൈന് എല്ലാവരുടെയും പ്രശ്നങ്ങൾ വലുതാ, പക്ഷേ സ്വന്തം കാര്യത്തിന് വേണ്ടി അയാൾ ഒരിക്കൽ പോലും എൻ്റെ അരികിൽ വന്നിട്ടില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം സ്വന്തം ആരോഗ്യം കൂടി നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. എനിക്ക് പഠിക്കുന്നതുക്ക് ഇഷ്ടമല്ല സാർ. എന്നാ കിടന്ന രോഗിയായിടും. എനിക്ക് രോഗിയാകെ വേണ്ട സാർ. ഓരോ രോഗിയും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള പണം നൽകണം. മാസം 1000 രൂപയാകാം, 100 രൂപയാകാം, 10 രൂപയാവാം. ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ജീവിക്കാമെന്നുള്ള തോന്നൽ അവർക്കുണ്ടാകാൻ പാടില്ല. അത്രയേ ഉദ്ദേശിക്കുന്നു. പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ respected honorable oncologist Dr. VP Gangadharan, the man behind Perumbara. അടുത്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം the brain behind the Perumbara. അദ്ദേഹം ഒരു അവതാരകനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, നടനാണ്. started his career in acting ദൂരദർശനിൽ. അടുത്തതായി നമ്മുടെ ഈ പെരുമ്പറ എന്ന് പറഞ്ഞ ഇത്രയും മനോഹരമായിട്ടുള്ള ലിറ്റിൽ മൂവി, ഇതിന്റെ റിവ്യൂസിനായി വി ഹാവ് ഫ്യൂ മോർ ഗസ്റ്റ് ഹിയർ. ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡ്രാമ നടൻ, നാടക നടൻ, സംവിധായകൻ മിസ്റ്റർ വക്കം ഷക്കീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യാൻസർ വാർഡിൽ ചെന്ന് നോക്കണം, അവിടെയാണ് നമ്മുടെ ജീവിതം കാണുന്നത്. മുടി കൊഴിഞ്ഞ് ശരീരം മേലും ദൂരമായി അങ്ങനെ ഒരു മഹാദുരന്തത്തിന് മുന്നിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ജീവിത രീതി രോഗികൾക്ക് കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് ഈശ്വരന്റെ പുണ്യം. ഈ സ്ക്രിപ്റ്റ് VP ഗംഗാധരൻ എന്ന് പറയുന്ന ഡോക്ടർ അവസാനം നടന്ന പരകായ പ്രവേശത്തിലൂടെ ഈ ഇരിക്കുന്ന മനുഷ്യന്റെ രൂപത്തിൽ, നാട്യത്തിൽ സ്ക്രീനിലെത്തിയപ്പോൾ സത്യത്തിൽ അന്താളിച്ചു പോയി, പകച്ചു പോയി. മാത്രമല്ല അത് ഈ സ്ക്രിപ്റ്റിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തവുമായി ഒരു
അഭിനന്ദനത്തിൽ ഉപരിയായി ഇത്തരം ആളുകളുടെ ചിത്രങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ചെറിയ സിനിമയാണെങ്കിലും അതിന്റെ സന്ദേശം വളരെ വലുതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രവാസികൾ എപ്പോഴും അങ്ങനെയാണ്, കേരളത്തിന്റെ എല്ലാ നന്മയിലും ഉണ്ടാവും. ഒരു രോഗിയുടെ കൈത്തട്ടി നിലത്ത് വീണുപോകുന്ന ഇഡ്ഡലി കഴിക്കുവാൻ പുറത്ത് കുടുംബങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. താണ്ടി നമ്മളിവിടെ വരാൻ തന്നെ കാരണം ഡോക്ടർ വി.പി. ഗംഗാധരൻ സാറിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നതാണ്. അത്രയും പോപ്പുലർ സബ്ജക്റ്റ്, ആ പോപ്പുലർ സബ്ജക്റ്റ് ഇത്ര ഗംഭീരമായി കൈയടക്കത്തോടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. എൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നിച്ച ചിത്രം, അതായത് എൻ്റെ സംവിധായകൻ നിബു പേരേറ്റിൽ, അതുപോലെ തന്നെ എൻ്റെ പ്രധാന കഥാപാത്രം ചെയ്ത അനീഷ് രവി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. അപ്പോൾ പെരുമ്പറ ടീമിനോടുള്ള സ്നേഹ ആദരവ്, ഇതുപോലുള്ള മികച്ച ചിത്രങ്ങൾ ഇനിയും ഇവരിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നില്ല, അതൊരു എന്താ പറയുന്നത്, ഒരു ഫുൾ മൂവിയായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് അത് കടന്നു വന്നത്. പേഷ്യൻസിന്റെ അനുഭവം നമുക്ക് എല്ലാം ഇതിൽ കാണിക്കാൻ പറ്റില്ല, എങ്കിലും സൂർജേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായും മാനസികമായും തകർന്നു പോകുന്ന ചില നിമിഷങ്ങൾ ഇതിനകത്ത് എല്ലാം സ്പർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല കലാപ്രവർത്തകനും കലാകാരനുമായിരുന്നു. അക്കാഫിന്റെ മാഗസിൻ എഡിറ്ററായി എനിക്ക് തോന്നുന്നു 12 വർഷമായി. ഇപ്പോഴും ആ മാഗസിനും എല്ലാം വേറെ മാഗസിൻ അക്കാഫിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇത്രയും എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു 3-4 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. ഷോർട്ട് ഫിലിം ചെയ്ത ഡിബുവിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ പർട്ടിക്കുലറായിട്ട് നോട്ട് ചെയ്തത് ചെല്ലയ എന്നുള്ള ക്യാരക്ടറിൻ്റെ 2 പെൺകുട്ടികൾ, ഈവൻ ദേ ആർ ഡൺ എ ഗ്രേറ്റ് ജോബ്. അവരും ആക്ട് ചെയ്യുന്നില്ലായിരുന്നു, ദേ വർ ജസ്റ്റ് ലിവിങ് ദോസ് റോൾസ്. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. നിബു, അനീഷ്, ഡോക്ടർ ഗംഗാധരൻ, എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, ഗ്രേറ്റ് സക്സസ്. താങ്ക് യു. നിബു അന്നും വളരെ സാംസ്കാരിക രംഗത്തും ഈ കലാപരമായ രംഗത്തും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ഈ സിനിമ തീർച്ചയായും ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്, സാന്ത്വനം നൽകുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കുറെ നിമിഷങ്ങള് അതിനേക്കാൾ അതിസുന്ദരമായി ഇത് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. രോഗികൾക്കുള്ള ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് ആ ഡ്യൂട്ടി ഡോക്ടർ അത് കഴിച്ച് സർട്ടിഫൈ ചെയ്യണം. അത് 2 വശങ്ങളുണ്ടായിരുന്നു. ഒരു വശം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ആഹാരം കൊടുക്കണം എന്നുള്ളത്, അതിനേക്കാൾ ഉപരി മറ്റു വശം ഉണ്ടായിരുന്നു. ഞാൻ സർട്ടിഫൈ ചെയ്താലേ ആ ആഹാരം ഒന്ന് രോഗിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്യാൻറ്റീനിൽ ഇരിക്കുന്നവർക്ക് അറിയാം, ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചില്ലെങ്കിൽ ഞാൻ സർട്ടിഫൈ ചെയ്യില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടാലും കൃത്യസമയത്ത് എനിക്കുള്ള ആഹാരം കിട്ടും, കാരണം ഞാൻ സർട്ടിഫൈ ചെയ്തു. മറ്റൊന്ന്, അനീഷിനെ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അനീഷിനെ പോലെ അഭിനയിക്കുകയാണെങ്കിൽ സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ആരാണ് ഡോക്ടർ ഗംഗാധരൻ, ആരാണ് അനീഷിന് സംശയം തോന്നിയിട്ടുണ്ട്. അവസാനങ്ങൾ നടക്കുമ്പോഴൊക്കെ അനീഷിനെ അംഗീകരിക്കാൻ ശ്രമിക്കുകയായി തോന്നിയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് പിന്നെ അതിൽ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ക്യാൻസർ ഇസ് ക്യൂറബിൾ. അത് ഞാനല്ല പറയേണ്ടത്, ഇവിടെ സാക്ഷികളുണ്ട്. എനിക്ക് ഞാൻ അവർക്ക് എല്ലാവരും ഉണ്ടാകൊള്ളാം, ഇവരൊക്കെ സാക്ഷികളാണ്. അത് മതി. ഒരാൾ കഴിഞ്ഞ ആഴ്ച അച്ഛനായി. ദുബായിൽ എനിക്ക് ദോശ കഴിക്കുന്ന നല്ല സ്ഥലമുണ്ട്, അവിടെ ഒരാളുണ്ട്. ദാറ്റ് ഇസ് ലൈഫ്. പിന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം എന്താണെന്ന് എനിക്ക് ഒരിക്കലും വിവരിച്ചു സാധിക്കില്ല, കാരണം അത് അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 35-40 വർഷം ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഭവം. ഞാൻ
പ്രൊഫഷൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഡോക്ടറാണ്. പക്ഷെ ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, ഇന്ന് എനിക്ക് ഒരു 2ാം ജന്മം തരാൻ ദൈവം തയ്യാറാണെങ്കിൽ ജനിച്ചു വീഴുമ്പോഴും ഞാൻ പറയും ഐ വാണ്ട് ടു ബി എ നോവലിസ്റ്റ്. അന്ന് എന്റെ മുന്നില് ചെല്ലയെ മാത്രം, പേര് ചെല്ലയെ മാത്രമാണ്, ചെല്ലയെ രക്ഷപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനും എനിക്ക് പ്രസക്തിയില്ല. പക്ഷേ മറുവശത്ത് നിന്ന് ചെല്ലയുടെ ഭാഗത്തൊക്കെ ആലോചിക്കുമ്പോൾ ഹീസ് റൈറ്റ്. ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ചികിത്സയിൽ ചെല്ലയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചെല്ലയുടെ ക്യാരക്ടർ ഇതുപോലെ തന്നെയാണ്. അതായത് വാർഡിലോടി നടന്ന് എല്ലാവരും സഹായിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ചെല്ലയാണ്. ആ ചെല്ല ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഒരു ചെറിയ ഓളം സൃഷ്ടിച്ച് കുറച്ചു പേരൊക്കെ തിരികെ ജീവിതത്തിലേക്ക് വരികയും ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് കണ്ണ് തുറന്ന് കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ എനിക്കൊരു പെരുമ്പറ ബിക്കംസ് സക്സസ്ഫുൾ നോട്ട് സ്മോൾ ഫിലിം ബിഗ് ഫിലിം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമാണ്, ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ഒരവസരം കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സാറിനെ പോലെ ഒരാളെ ഞാൻ ഇതുകൊണ്ട് സാറിനെ പോയി കാണുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഒരിക്കലും സാറിനെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, നമ്മൾ അങ്ങനെയാണെങ്കിൽ അത് ഇതായിപ്പോവുക. പക്ഷെ സാറിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ചെറുതായിട്ടാണ്. അത് ഞാൻ എന്നോട് പരിചയപ്പെടുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടർ BP ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ അത് 1-2 സാധനം മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിലും സാറിന്റെ വായിൽ നിന്ന് സാർ പറയുമ്പോൾ എനിക്ക് ഇതിലും വലിയൊരു അവാർഡ് എനിക്ക് കിട്ടാറുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ പ്രോജക്റ്റ് നിങ്ങൾക്കായി സമർപ്പിച്ചു. നിങ്ങളത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല വാക്കുകൾ റിവ്യൂ പറഞ്ഞ എല്ലാവർക്കും നല്ല നല്ല വാക്കുകൾ നൽകിയ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷെ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എൻ്റെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലേക്ക് കാണുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കത് കൈയടിച്ചാലോ? എന്റെ അമ്മൂമ്മ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും 4 പേര് കാണാൻ ചെയ്യും കൈ ബട്ടർഫ്ലൈസിന് പേടിച്ചാൽ നമുക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ നിറഞ്ഞ പേര്, ഈ സ്നേഹം ഇങ്ങനെ പെരുമ്പുറ കുട്ടുപോലെ എന്ന് നമ്മളിലൊക്കെ ഇങ്ങനെ നിലനിൽക്കട്ടെ. ഈ നിറഞ്ഞ പേര്, ഈ സ്നേഹം ഇങ്ങനെ പെരുമ്പുറ കുട്ടുപോലെ എന്ന് നമ്മളിലൊക്കെ ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇനിയും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കറിയാം വൈകിയ വേളയാണ്. അടുത്ത സിനിമ തുടങ്ങാൻ പോകുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ മള്ളി കൂടെ അങ്ങനെ റീലിൽ കയറി പോകും അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്റ്റർ അനീഷ് രവി. ഏറ്റവും വലിയ സന്തോഷം ഒരു വലിയ മനുഷ്യന്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ സമയം കൂടെ ഡോക്ടർ പറഞ്ഞ പോലെ ഏതെങ്കിലും പേഷ്യന്റിന്റെ അവരുടെ അനുഭവങ്ങൾ പറയാൻ ഞാൻ കൊടുക്കുന്നത്. അതിൽ കൂടി ഒരു തുണിയില്ല. ഞാൻ എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. അതിന് കാരണമായ അനീഷ്, നിബു, എല്ലാവർക്കും നന്ദി പറയുന്നു. സന്തോഷം. താങ്ക് യു. എല്ലാവരും നമ്മുടെ ഈ ലിറ്റിൽ മൂവി ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു തെളിവാണ് നിങ്ങളുടെ ഈ നീണ്ട കൈയടി. വളരെ സന്തോഷമുണ്ട്. വളരെ സമ്പന്നമായ ഒരു സദസ്സിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നറിയാം. വളരെ അഭിമാനം തോന്നുന്നു. എൻ്റെ നാട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് നമ്മളുടെ ഈ പെരുമ്പറ കാണാൻ എത്തി. അവരുടെ ഒരു കയ്യടി കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കീഴടക്കിയ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. താങ്ക് യു എവരിവൺ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഇന്ന് കാണുന്ന ഈ ഏകദേശം 300ഓളം പേര്, 320 പേരാണ് ഈ സീറ്റ്, ഫുൾ തിയേറ്റർ. ഇത്രയും പേര് എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കളായ ഒരു സംഘം. ഞാനിത് ചെയ്തു കഴിഞ്ഞെങ്കിലും ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത് നമ്മുടെ സുഹൃത്തുക്കളാണ്. എത്തിച്ചേർന്നവർക്കും ആശംസിച്ചവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്കും എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനമ്മമാർക്കും അച്ഛനമ്മയ്ക്കും ഗുരുക്കന്മാർക്കും എല്ലാം സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. താങ്ക് യു.